So out of all the initiatives, which would you consider our India Foundation ഒരു ഹാർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഏതായിരിക്കും? നമ്മളിപ്പം ഇനീഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ സ്കൂൾ തന്നെയാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നു അതാണ്. നമ്മളെ എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിലാണ്. നമ്മളുടെ ചിന്തയും നമ്മളുടെ ഹാർട്ടും നമ്മളുടെ ഇമോഷൻസും നമ്മളുടെ ടൈമും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം സ്കൂൾ എന്ന് പറയുന്നത് ഒരു ലോഞ്ചിങ് പാഡാണല്ലോ. ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യല. ഞാനിപ്പം സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഹയർ സെക്കൻഡറി ബ്ലോക്കിലേക്ക് വരുമ്പം അതിൻ്റെ മേലെ ഒരു ഫ്ലോറ് നമ്മളൊരു 3000 സ്ക്വയർ ഫീറ്റ് ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻഷ്യൽ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്നത്. അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ കരിക്കുലത്തിലുള്ളതൊന്നല്ല, CBSE ഒന്നും പറഞ്ഞതൊന്നല്ല. പക്ഷേ കരിക്കുലത്തിന് പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫ്ലോറായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ അർത്ഥത്തിൽ നമ്മൾ സ്റ്റെം ലാബൊക്കെ അതിൽ വരും, വിച്ച് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ എ +2 ലെവൽ CBSE സ്കൂൾ. പക്ഷേ നമ്മൾ ആ അർത്ഥത്തിൽ സ്റ്റെം ലാബ് വരുന്നു. പല അർത്ഥത്തിലുള്ള മറ്റുള്ള ഫെസിലിറ്റീസ്, കുട്ടികൾക്കുള്ള റിക്രിയേഷനൊക്കെ ഉള്ള ട്രെയിനിങ്ങിന് കൊടുക്കാൻ പറ്റുന്ന ഒക്കെ. അപ്പോൾ നമ്മൾ ഒരു സ്കൂളാണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ സ്കൂൾ. പക്ഷേ അതൊരു സ്കൂളല്ല, ഇറ്റ്സ് എ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇറ്റ്സ് എ ലോഞ്ചിങ് പാഡ് ഫോർ മെനി അതർ എന്താ പറയുക മറ്റൊരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു ലോഞ്ചിങ് പാഡാണ്. അങ്ങനെയാണ് നമ്മളിനെ കാണാം. ഹാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി സ്കൂൾ തന്നെയാണ്. സോ ദീസ് മെനി എക്സ്പീരിയൻസസ് നിങ്ങൾ എങ്ങനെയാണ് അത് പേഴ്സണലി മാറ്റി? ഓർ ഡു യു ഹാവ് ലൈക്ക് എ മൊമെന്റ് ദാറ്റ് ഇസ് അൺഫർഗെറ്റബിൾ? അൺഫർഗെറ്റബിൾ ഫേസസ് ഉണ്ട്, കുറേ മൊമെൻ്റ് ഉണ്ട്. ഞാൻ പിന്നെ എപ്പോഴും പറയുന്ന ഓർക്കുന്ന ഒരു പിക്ചറുണ്ട്, ഒരു ഫോട്ടോ. ആ ഫോട്ടോ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് 2014 ഈ മുസഫർ നഗറിൽ പോകുന്നതിന് മുമ്പ് ഔട്ട്ലുക്ക് മാഗസിനിൽ വന്ന ഒരു സെൻറ്റർ സ്പ്രെഡ് ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ എൻ്റെ കയ്യിലില്ല, പക്ഷേ എൻ്റെ മനസ്സിലുണ്ട്, എപ്പോഴുണ്ട്. അങ്ങനെ തന്നെ ഉണ്ട് ആ ഫോട്ടോ, അങ്ങനെ തന്നെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു ടീമുണ്ട്. നല്ല ടീമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മളുടെ ട്രസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഓഫീസ് ബെയറേഴ്സ് ആയാലും ട്രസ്റ്റ് മെമ്പേഴ്സ് ആയാലും ഒക്കെ തന്നെ വളരെ കോപ്പറേറ്റ് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായി ഇടപെടുകയും ചെയ്യുന്ന ടീമാണ്. അതേപോലെ നമ്മളുടെ ഫീൽഡിലുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ കോർഡിനേറ്ററുണ്ട്, പ്രോജക്റ്റ് കോർഡിനേറ്റർ തുടക്കം തൊട്ടേ നമ്മളുടെ ടീമിൻ്റെ ഭാഗമാണ്. നമ്മൾ 2014 തൊട്ടേ പ്രോജക്റ്റ് കോർഡിനേറ്റർ നമ്മളുടെ ടീമിൻ്റെ ഭാഗമാണ്. പുള്ളി വളരെ പോസിറ്റീവായ ആളാണ്, വളരെ പോസിറ്റീവാണ്. നല്ല നമ്മളുടെ ഈ വിഷൻ ആ അർത്ഥത്തിൽ തന്നെ ഇംബൈബ് ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അത് അതിൻ്റെ ഒരു സ്പിരിറ്റിലും അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ വലുപ്പത്തിലും മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ് നമ്മളെ കോർഡിനേറ്റർ. അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ടീമുണ്ട്, പ്രത്യേകിച്ചിട്ട് UAE ഒക്കെയുള്ള സപ്പോർട്ട് ചെയ്യുന്ന മലയാളിയുടേതായ ഒരു ടീമുണ്ട്. പിന്നെ നമ്മളുടെ കോഴിക്കോടിൻ്റെ പുറമെ എറണാകുളത്ത് ലേഡീസിൻ്റെ വലിയൊരു സപ്പോർട്ട് ബേസ് ഉണ്ട്. ഇങ്ങനെ പല തലങ്ങളിലും ആയിട്ട് നമ്മളുടെ ടീം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന, നമുക്ക് ഒരുപാട് ഊർജം നൽകുന്ന, നമ്മളെ മുന്നോട്ട് ധൈര്യത്തിൽ സക്സസ്ഫുള്ളായി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടീമാണ് നമുക്കുള്ളത്. നമ്മൾ സാധാരണ നമ്മൾ ചില ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഫൈറ്റ് ഇൻസൈഡ് മോർ. അത് കഴിഞ്ഞ സമയം കൊണ്ടേ പുറത്ത് പണിയെടുക്കാൻ പറ്റും. ഇത് അങ്ങനെയല്ല, നമുക്ക് അകം ശാന്തമായ വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഉള്ളകുണ്ട്, പുറത്ത് അതുകൊണ്ട് പണിയെടുക്കാൻ കഴിയുന്നു. അതെ. അപ്പം ഇതിപ്പം ഈ കാണുന്ന ഒരുപാട് പേരുണ്ടാവും, അപ്പം അവർക്കും ഈ ഒരു ഗ്രൂപ്പിൽ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ വാട്ട് ക്യാൻ ദേ ഡു? നമ്മൾ ഇതിനൊരു മൂവ്മെൻ്റ് ആക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പല അർത്ഥത്തിലും. ഇപ്പം നമ്മളിപ്പം ആദ്യം തന്നെ ഞാൻ കയറി സാമ്പത്തികത്തിനെ പറ്റിയല്ല പറയുന്നത്. ഇപ്പം എൻ്റെ മുമ്പിൽ ഈ സ്കൂൾ ക്യാമ്പസിൽ മാത്രം ഒരു 9 കോടി രൂപേൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. ഡെഫിനറ്റ്ലി അത് നേടാനുള്ള എല്ലാ പണികളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനേക്കാൾ അധികം നമ്മളുടെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റിയാണ്, കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികൾ, സ്കൂളിലെ കുട്ടികളെ കാര്യം പറയാനുള്ള ആ കുട്ടികളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഒരു ഹൊറൈസൺ വലുതാക്കുക, അവർക്ക് പരമാവധി എക്സ്പോഷർ കൊടുക്കുക, അവരുടെ അംബീഷൻ വലുതാക്കുക. അങ്ങനെ ആ ഒരു പണിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എല്ലാ ഭാഗത്തും വരണ്ടേ. എസ്പെഷ്യലി യൂത്ത്. നമ്മളിപ്പം ഇന്ത്യയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്ന യൂത്ത് ഉണ്ട്. അവരൊക്കെ നമ്മളെ ക്യാമ്പസിൽ ഒരു തീർത്ഥാടനം പോലെ വരണം എന്ന് ഞാൻ വിചാരിക്കുന്നു.
അവർ പിൽഗ്രിമേജായി നമ്മളെ ക്യാമ്പസിൽ വരണം, കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യണം. അങ്ങനെ കുട്ടികളങ്ങ് ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയണം ഒന്ന്. പക്ഷെ ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ 2 പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റുകൾ. ഒന്ന് നമ്മളുടെ കുട്ടികളുടെ സ്പോൺസർഷിപ്പാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ ഒരു മേജർ ചങ്ക് കുട്ടികളെന്ന് പറയുന്നത് സ്വന്തമായി ഫീ തരാൻ കപ്പാസിറ്റി ഇല്ലാത്ത കുട്ടികളാണ്. അപ്പോൾ അവരുടെ ഫീ നമ്മൾ മൊബിലൈസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ വർഷാവർഷം അക്കാഡമിക് ഇയറിൻ്റെ തുടക്കത്തിൽ നമ്മൾ നടത്തുന്ന സ്പോൺസർഷിപ്പ് മൊബിലൈസേഷനിലൂടെയാണ് ആ ഒരു ഇത് കണ്ടെത്തുന്നത്. എല്ലാ വർഷവും സ്റ്റുഡൻറ്റ് സ്പോൺസർഷിപ്പ് ഡ്രൈവ് നമ്മൾ നടത്തും. നോർമലി ഫെബ്രുവരി മാർച്ച് ആ ഒരു പീരീഡിലാണ് നടത്തുക. നോർത്തിൽ അക്കാഡമിക് ഇയർ തുടങ്ങുന്നത് ഏപ്രിലാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ നടത്തും. ഇത് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഇതിന് വാങ്ങുന്ന 12,000 രൂപയാണ് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്നത്. ഒരു കുട്ടിയുടെ മേലുള്ള യഥാർത്ഥത്തിലുള്ള ഓപ്പറേഷണൽ എക്സ്പെൻസ്, ഇൻഫ്രാസ്ട്രക്ചറല്ല ഞാൻ പറയുന്നത്, ഓപ്പറേഷണൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ എത്രയോ മേലെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിസിറ്റ് മാനേജ്മെൻറ്റും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഒരാൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നത് 12,000 ആയിരിക്കും. വലിയൊരു എമൗണ്ട് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൽ പങ്കാളികളാവാൻ പറ്റില്ല. അപ്പോൾ സാധാരണ ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് 12,000 പറയുന്നു. കുറച്ച് എണ്ണം അധികം വാങ്ങുന്നു. ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന ഫയർ എക്സിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പുതിയ ബിൽഡിംഗ് കൂടി വരുമ്പോഴേ അത് ഉണ്ടാവുള്ളൂ. അതിലേക്ക് അത് എത്രയും പെട്ടെന്ന്, അതൊരു അടുത്തൊരു 8-9 മാസങ്ങൾ കൊണ്ട് അത് കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി അതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ബാക്കിയുള്ള അതോറിറ്റിയിൽ നിന്ന് അതിൻ്റെ എല്ലാ സംഗതികളും വാങ്ങി CBSEക്ക് അത് കൊടുത്തിട്ട് CBSEനെ കൊണ്ട് നമ്മൾ സീനിയർ സെക്കൻഡറി അഫിലിയേഷൻ വാങ്ങിക്കഴിഞ്ഞാൽ ഈ 2026-27 വർഷത്തിൽ 10ാം ക്ലാസ് പാസ്സാകുന്ന കുട്ടികൾക്ക് നമുക്കൊരു ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രസ്സിങ് ആയിട്ടുള്ള 2 ആവശ്യങ്ങൾ. ഇതാണ് നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ഒരു മാസം, ഈ ഒരു ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് അതാണ്. ഇതിൻ്റെ കൂടെ വേറെയും ഇൻഫ്രാസ്ട്രക്ചറൽ റിക്വയർമെൻ്റ് ഉണ്ട് നമുക്ക്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ഒരു സ്റ്റാഫ് ക്വാർട്ടേഴ്സിൻ്റെ ആവശ്യമുണ്ട്, KG ബ്ലോക്ക് വേണം, അതേപോലെ കുട്ടികൾക്ക് നിസ്കരിക്കാനൊരു പള്ളി വേണം. ഇതൊക്കെ നമ്മളിതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. ഈ ഒരു സീനിയർ സെക്കൻഡറി ബ്ലോക്കാണ് നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ഡിമാൻഡ്, ഒരു നീഡ് എന്ന് പറയും. രണ്ടാമത് ഇതിനെ ഒരുപാട് നമ്മളുടെ ഇപ്പം ഞാൻ അങ്ങനെ പറയില്ല, ഇപ്പോൾ നമ്മളുടെ ഒരു ദാനധർമ്മങ്ങളുടെ ഒരു മേജർ ചങ്ക് പോകുന്നത് പ്യുവർലി ചാരിറ്റബിൾ സംഗതികൾക്കാണ്. കിഡ്നി ഫെയിലിയറായ ആളുകൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് സംഗതികൾ. ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെ വേണ്ടതാണ്. ഇതെല്ലാം സൊസൈറ്റിക്ക് നീങ്ങിലുള്ളതാണ്, പറ്റിയൊരു സംശയമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള എംപവർമെൻ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ അതിൻ്റെ ഒരു ഗൗരവം, അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എത്രമാത്രം നമ്മളുടെ കമ്മ്യൂണിറ്റി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാനതിൽ ഒരു കോൺഫിഡൻ്റ് അല്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു കൊടുക്കേണ്ട സിഗ്നിഫിക്കൻസ് അതിന് കൊടുക്കുന്നുണ്ടോ, കൊടുക്കേണ്ട ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി കുറേ കൂടി അതിൻ്റെ റിസോഴ്സ് പങ്കുവെക്കുമ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ കുറച്ചുകൂടി ഒന്ന് മാറ്റേണ്ടതുണ്ട്. ഇപ്പം ചെയ്യുന്നതൊക്കെ ചെയ്യണം, ഒന്നും വേണ്ടാന്നല്ല. പക്ഷെ ഇപ്പുറത്ത് വേറൊരു ലോകമുണ്ട്, എംപവർമെൻറ്റിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയ സാധനം. അതിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. നമ്മൾ ഒരേ സമയം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യണം, അതേസമയം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ടാക്കി ആ ഒരു സംഗതിയിലേക്ക് ആളുകൾ വരണം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പ്രയോറിറ്റിയിലേക്ക് ഇത് വരണം. ഞാൻ എപ്പോഴും പറയാം, ഞാൻ അരികിൽ പഠിച്ച ആളാണ്. ഇപ്പം എൻ്റെ മനസ്സിലുള്ള വലിയൊരു മനുഷ്യനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നൊരു കാര്യമാണ് സർ സയ്യിദ് അഹമ്മദ് ഖാനെ പറ്റി പറയുന്നത്. ഞാൻ പറയും, സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹം ലണ്ടനിൽ ലോ ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഒരു ജഡ്ജായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് 1857 ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നടത്തിയ റിപ്രഷൻ, അൺപാരലൽഡ്, അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള റിപ്രഷനാണ്
മുസ്ലിം ലൊക്കാലിറ്റികളിൽ മുഴുവൻ ഡൽഹിയിലായാലും സഹാറൻപൂരിലായാലും ഷാംലിയിലായാലും അങ്ങനെ വെസ്റ്റേൺ യു.പിയിലും ഡൽഹിയിലും അതേപോലെ ഇന്നത്തെ ഹരിയാന പഞ്ചാബ് ഈ സ്ഥലങ്ങളിലൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തുന്ന റിപ്രഷൻ എന്ന് പറയുന്നത് ബിയോണ്ട് യുവർ ഇമാജിനേഷൻ. ഏതൊരു യുദ്ധവിജയം ഉണ്ടാവുമ്പോൾ പിന്നെ പ്ലണ്ടറിങ് ഉണ്ടാവും, പക്ഷെ ഇതൊക്കെ കുറേ കൂടിയ പ്ലണ്ടറിങ് ആണ്. ആ സമയത്ത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ വേണമെങ്കിൽ എന്തൊക്കെ ചെയ്യാം. ഡൽഹിയിൽ കച്ചവടം ബിസിനസ് നഷ്ടപ്പെട്ട ആളുകളുടെ ബിസിനസ് റീഹാബിലിറ്റേഷൻ ഇറങ്ങാം, വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ഇറങ്ങാം, ഒക്കെ ചെയ്യാം. പക്ഷെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ രാജിവെച്ചിട്ട് ഒരു യൂണിവേഴ്സിറ്റിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. കാരണം നിങ്ങളൊരു കച്ചവടക്കാർക്ക് വീടുണ്ടാക്കി ഷോപ്പ് വെച്ച് കൊടുത്താൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഹെൽപ്ഫുൾ. അള്ളാൻ്റെ വന്ന് അതിൻ്റെ പ്രതിഫലം കിട്ടും, ഹെൽപ്ഫുള്ളാണ്, ആ മനുഷ്യനെ സഹായിക്കും, സംശയമൊന്നുമില്ല. പക്ഷെ അത് അവിടെ തീരും. നിങ്ങൾ വീട് വെച്ച് കൊടുത്താൽ ആ ഫാമിലിയിൽ അത് ഒതുങ്ങും. പക്ഷെ നിങ്ങളൊരു യൂണിവേഴ്സിറ്റി തുടങ്ങി കഴിയുമ്പോൾ ഒരു നൂറ്റാണ്ടിലധികമായിട്ട് ഒരുപാട് ഇന്ത്യയിൽ മാത്രമല്ല, ഒരു കാലത്ത് ഇന്ത്യൻ്റെ പുറത്ത് ഞാൻ അലിഗഡിൽ പഠിക്കുന്ന സമയത്ത് 51 രാജ്യങ്ങളിലുള്ള കുട്ടികളോട് പഠിക്കുന്നുണ്ട്. ഇന്ന് പത്രമൊന്നുമില്ല, കാരണം ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്ത് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് വന്നു. അപ്പോൾ ഈ മനുഷ്യന്റെ ആ ഒരു ഇനീഷ്യേറ്റീവാണ്. അദ്ദേഹം ഡൽഹിയിൽ ആൾക്ക് വീടുണ്ടാക്കി കൊടുക്കാനോ കച്ചവടം ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നും നോക്കാതെ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അദ്ദേഹം ത്യാഗം എന്ന് പറയുന്നത് ഒരു പാരലില്ലാത്ത ത്യാഗമാണ്. പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇന്നും കാണാം. ഇന്ന് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ സ്ഥലങ്ങളിൽ, ഈവൻ മലേഷ്യ, ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെയുള്ള പല സ്ഥാപനങ്ങളിൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഈ സ്ഥാപനം. നമ്മൾ ഫറൂഖ് കോളേജിനെ പറ്റി പറയും, അത് കേരളത്തിലെ അലിഗഡാണ്. അങ്ങനെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അലിഗഡുണ്ട്. അപ്പൊ അലിഗഡാരുണ്ടാക്കിയത് ഈ മനുഷ്യന്റെ മുമ്പിൽ ഒരു പ്രശ്നം വേറെ ഉണ്ടായി. ഈ മനുഷ്യന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ നിന്ന് പിന്നെ ഡിവാസ്റ്റേറ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ ലൈഫ് ഉണ്ടായി. പക്ഷെ മൂപ്പർ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതല്ല, ഞാൻ അതിന്റെ അപ്പുറം ചിന്തിക്കേണ്ട ആളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അലിഗഡിലൂടെ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ഈ ഒരു സാധനത്തിന്റെ സിഗ്നിഫിക്കൻസ് ആളുകൾ മനസ്സിലാക്കിയേ ഒക്കൂ. അതിന് നമുക്ക് എന്തില്ല, വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഈ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. ഞാൻ ഒന്നും കുറച്ച് കാണാം. നമ്മളിപ്പോൾ ഡിസബിലിറ്റി മേഖലയിൽ പണിയെടുക്കുന്നുണ്ട്, രോഗപരിചരണ രംഗത്ത് പണിയെടുക്കുന്നുണ്ട്, റിഹാബ് പാലിയേറ്റീവ് രംഗത്ത് പണിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം വേണ്ടതാണ്, ഒന്നും വേണ്ടതല്ല. പക്ഷേ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് നമ്മൾ തിരിച്ചറിയാം. അത് തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഞാനൊരു ഒരു ഒരു ഇത് പറയുന്ന എന്താ പറയാ, പിന്നെ സർക്കാസ്റ്റിക്കായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾ കിഡ്നി നോക്കുന്നുണ്ട്, ലിവർ നോക്കുന്നുണ്ട്, ബ്രെയിൻ നോക്കുന്നില്ല. കമ്മ്യൂണിറ്റി ബ്രെയിൻ ഡെത്തിലേക്ക് പോകും. ഈ കമ്മ്യൂണിറ്റിന്റെ ബ്രെയിനിനെ പറ്റി നിങ്ങൾ ഇഗ്നറൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അവഗണിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ, if you are not bothered about the brain of the community will face brain death. മസ്തിഷ്ക മരണം സംഭവിക്കും. അതുണ്ടാവും. അപ്പം UP പോലത്തെ ഒരു സ്ഥലത്ത് നമുക്ക് ജോലി ചെയ്യുമ്പോഴും ഇപ്പം നമ്മുടെ നാട്ടിലായാലും പൊതുവേ ഒരു എല്ലാവരും ഒന്ന് റിലക്റ്റന്റ് ആയിരിക്കും. പല കാരണങ്ങൾ കൊണ്ട് പേടിയുണ്ടാവാം, അവിടുത്തെ സൊസൈറ്റി എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യോ എന്നുള്ള ഒരുപാട് വറീസ് ഉണ്ടാവും. അപ്പം ശരിക്കും എന്താണ് അവിടുത്തെ റിയാലിറ്റി? നമ്മൾ ഇപ്പം UP ആവട്ടെ, അല്ലെങ്കിൽ നോർത്തിലൊരു പിക്ചർ എന്ന് പറയുന്നത്, കേരളത്തിൽ നമ്മൾ ആളുകളുടെ മനസ്സിൽ ഉള്ള ഒരു പിക്ചർ എന്ന് പറയുന്നത് ഒരു യുദ്ധഭൂമിയാണ്. അതെ, കമ്മ്യൂണലിസം അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് രൂപത്തിലാണ് നമുക്ക് കിട്ടി വരുന്ന വീഡിയോസ്. വാട്സാപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സംഗതികളൊക്കെ അതാണ്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന വീഡിയോ ഒന്നും ഫേക്ക് അല്ല, AI വീഡിയോസ് ഒന്നുമല്ല. നിങ്ങൾ കാണുന്ന വീഡിയോസൊക്കെ റിയാലിറ്റിയാണ്. പക്ഷെ കാണാത്തൊരു ലോകം, അത് വലിയ സാധ്യതകളുടെ വലിയൊരു വലിയൊരു ആകാശം അവിടെ തുറന്നു. അപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ 12 വർഷമായിട്ടാണ് പണിയെടുക്കുന്നുണ്ട്. നമ്മൾ ഈ 12 വർഷത്തിൻ്റെ ഇടയ്ക്ക് സ്പെസിഫിക് ആയിട്ട് ഇതുവരെ ഞാൻ പറയാം, സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നമ്മളവിടെ അനുഭവിച്ചിട്ടില്ല. മാത്രമല്ല, നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമുക്ക് ബിൽഡിങ്ങിന് പെർമിറ്റ് കിട്ടുന്നു, നമ്മളുടെ സ്കൂളിന് അഫിലിയേഷൻ കിട്ടുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ ലീഗലി അതിൻ്റെ എല്ലാ കംപ്ലയൻസും ചെയ്ത്
ലീഗലി കംപ്ലൈൻറ്റ് ആവണമെന്നുണ്ടെങ്കിലും ഇവർ വിചാരിക്കണ്ടേ. നിങ്ങളിപ്പോൾ ഒരു ഓഫീസിൽ പോകുന്നു, പ്ലാൻ പാസ്സാവണം എന്ന് പറയുന്നു. പ്ലാൻ പാസ്സാക്കണ്ട എന്നൊരു അതോറിറ്റി വിചാരിച്ചാൽ പാസ്സാക്കാൻ കഴിയൂല. അവർക്ക് ഒരുപാട് കാരണങ്ങൾ പറയാം. അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് കോടതി പോകേണ്ടി വരും. ഒരുപക്ഷെ കോടതിയിൽ നിന്ന് കിട്ടിയെന്ന് വരാം. പക്ഷേ അവിടേക്കൊക്കെ നിങ്ങൾ കൊണ്ടുപോകാലോ. അതൊന്നുമില്ല. നമ്മളിപ്പം പ്ലാൻ പാസ്സാവാൻ ഇപ്പം രണ്ടാമത് ഞാൻ പറഞ്ഞു, ഇനി മുന്നിലുള്ള ഈ പ്രോജക്റ്റുകളിലൊക്കെ പ്ലാൻ പാസ്സാവാൻ 1 മാസം എടുത്തുള്ളൂ. അതിൻ്റെ ഫീ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അതിൻ്റെ ഫീ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഫീ ഉണ്ട്, ഏതാണ്ട് 1,80,000 റുപ്യ മറ്റോ കൊടുക്കേണ്ടി വരും. അത് കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കേണ്ടതാണല്ലോ. എല്ലാതൊന്നും കൊടുക്കേണ്ടി വന്നില്ല. അപ്പം അങ്ങനെ ഒരു വിഷയമില്ല. സത്യത്തിൽ ഈ പറയുന്നതൊക്കെ ഉള്ളതാണെങ്കിലും അതൊരു ചെറിയ പോർഷനാണ്. അല്ലാതെ വളരെ ഒഴിഞ്ഞു കിടക്കുന്ന, നിങ്ങൾക്കൊരു കർമ്മഭൂമിയോട് ഒഴിഞ്ഞു കിടക്കും. അത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഒരു കർമ്മഭൂമി. നിങ്ങൾ അവിടെയാണ് പണിയെടുക്കേണ്ടത്. കേരളത്തിനൊക്കെ ഒരുപാട് ആളുകൾ പണിയെടുക്കുന്നുണ്ട്. ഇതൊന്നും പോരാ. നമ്മൾ ഒരുപാട് ആളുകൾ അവിടെ വന്ന് പണിയെടുക്കണം. പക്ഷെ ഒരു കാര്യം എനിക്കെപ്പോഴും പറയാനുള്ളത്, പബ്ലിസിറ്റി ഉണ്ടാവരുത്. പബ്ലിസിറ്റി രണ്ടർത്ഥത്തിൽ ദോഷം ചെയ്യും. ഒന്ന്, വേണ്ടാതെ നിങ്ങളുടെ മറ്റുള്ളവരുടെ അറ്റൻഷൻ നിങ്ങളിലേക്ക് എത്തും. രണ്ടാമത്, നിങ്ങളുടെ ലക്ഷ്യം പബ്ലിസിറ്റിയായി മാറും. അത് നിങ്ങളുടെ വർക്കിൻ്റെ ക്വാളിറ്റിനെ, നിങ്ങളുടെ തന്നെ ക്വാളിറ്റിനെ ഒക്കെ ബാധിക്കും. അപ്പോൾ അത് ചെയ്യരുത്. വേറൊന്ന്, എന്തെങ്കിലും ചാടിക്കയറി ചെയ്യരുത്. പ്ലാൻ ചെയ്ത് വിത്ത് എ വിഷൻ, ഡു വിത്ത് എ വിഷൻ, വിത്ത് പ്ലാനിങ്. തിരക്കൊന്നും കൂട്ടണ്ട, സാവകാശം ചെയ്താൽ മതി. സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതിന് ടൈം എടുക്കും. പക്ഷേ അതൊരു ഒരു പോയിന്റിലെത്തിക്കഴിഞ്ഞാൽ പെട്ടെന്നാണ് അതുണ്ടാവും. അതിനുള്ള ക്ഷമ ഉണ്ടാവും. അപ്പം എനിക്ക് പറയാനുള്ളത്, മലയാളികളോടൊക്കെ പറയാനുള്ളത്, യു ചൂസ് UP അല്ലെങ്കിൽ യു ചൂസ് നോർത്ത്. അത് ഒരിതാണ്. നമ്മൾ തന്നെ ഇപ്പോൾ ഹരിയാനയിലിപ്പോൾ ഒരു സ്കൂള്, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂള് പൂട്ടാനായതാണ്. അപ്പോൾ ആ മാനേജ്മെൻറ്റ് നമ്മളെ സമീപിച്ചു. നമ്മളത് പാർഷ്യലി ഏറ്റെടുത്തു. ഇൻ ദ സെൻസ് അതിൻ്റെ മാനേജ്മെൻറ്റ് നമ്മൾ ഏറ്റെടുത്തു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച MOU സൈൻ ചെയ്തു. അപ്പോൾ അടുത്ത അക്കാഡമിക് ഇയർ തൊട്ടിട്ട് വി ആർ ഗോയിങ് ടു റൺ ദാറ്റ് സ്കൂൾ ഹരിയാനയിൽ. അപ്പോൾ അത്തരത്തിലുള്ള സംഗതികളൊക്കെ നമ്മൾ ചെയ്യും. ഇങ്ങനെ കൂട്ടാൻ പോകുന്ന സ്കൂളുകൾ, അത്ര പുതിയ ഇൻഫ്രാസ്ട്രക്ചറൊന്നും ഇല്ലാതെ ഒരുപാട് ത്യാഗം ചെയ്തിട്ടേക്ക് ഒരാൾ സ്കൂൾ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതെന്തെങ്കിലും കാരണം കൊണ്ട് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളത് നേരിടും. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. Okay. So thank you so much for your time, sir. And I hope this has really helped all the viewers who are listening to this. And that is it. Thank you for watching. Thank you.